This video is sponsored by Skyle. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഒരു പുതിയ സെഗ്മെൻറ്റ്. നമ്മൾ ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങി വെക്കുകയാണ്, ഗെയിം വറുത്തത്. ആൻഡ് നമ്മൾ ചട്ടിയിലിട്ട് തീ കൂട്ടിയിട്ട് ഒരുപാട് ഗെയിംസിനെ എണ്ണയിലിട്ട് പൊരിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. ലിറ്ററലി ഒരു ഗെയിം റോസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചട്ടിയിലിട്ട് നേരത്തെ പറഞ്ഞ തീ കൂട്ടിയിട്ട് എണ്ണയിലിട്ട് വറുക്കാൻ പോകുന്നത് ഒരു ഐക്കോണിക് ആൻഡ് എപ്പിക് ഗെയിമിംഗ് ഫ്രാഞ്ചൈസിക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്ത യുദ്ധഭൂമി. Yeah, the one and only Battlefield 2042. So, let's go. നിങ്ങൾ തോക്കൊക്കെ കൈ എടുത്ത് വെച്ചണം, കാരണം ഇത് ഇച്ചിരി കടുക്കും. എനിക്ക് മനസ്സ് വരണല്ലോ ഇതിനെയൊക്കെ വറുക്കാൻ. നല്ല ഇഷ്ടമുള്ളൊരു ഫ്രാഞ്ചൈസി ആയിരുന്നു, ഞാൻ പറഞ്ഞിട്ട് ആ കാര്യം. സോ ബാറ്റിൽ 2042 എന്നതുണ്ടല്ലോ, നെക്സ്റ്റ് ജെൻ മൾട്ടിപ്ലെയർ എക്സ്പീരിയൻസ് പ്രോമിസ് ചെയ്ത CODക്കും പബ്ജിക്കും ഒക്കെ ഏറ്റവും അടിയായിരിക്കും എന്ന് കരുതി ഒരുപാട് ഏറെ പ്രതീക്ഷയിൽ EAയുടെ ഷൂട്ടർ യോണ്ടറിലെ പുലിക്കുട്ടികൾ ഡൈസിനെ വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. അമ്മാതിരി ഹൈപ്പായിരുന്നു ഗെയിമിന്. പക്ഷേ ഗെയിം ഇറങ്ങി പ്ലെയേഴ്സ് ക്ലെയിം ചെയ്ത് കളിച്ചു തുടങ്ങിയപ്പം വേവാത്ത ദോശ ചിക്കൻ കറിയിൽ മുക്കി കഴിക്കും പോലെയായിരുന്നു. ആ ലോഞ്ച് വരെ കട്ട ശോകമായിരുന്നു റേ. അന്നേ ആൾക്കാർക്ക് തോന്നി ഗെയിമിന്റെ ആരും തീരുമാനമായി. ഇത് ഞാൻ ടീപ്പോസ് പതിഞ്ഞ ഗെയിം അല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. ടീപ്പോസ് വന്ന് ഒരു സിമ്പിളായി മാറിയിരിക്കുകയാണ്. ഗെയിം ഈസ് ആബ്സല്യൂട്ട്ലി ഫോളിങ് അപ്പാർട്ട് എന്നുള്ളതുണ്ട്. നാണ്ടാണ്ടില്ലേ പയ്യന്മാർ മറ്റേ മാനിക്കും ചിലന് ഓഡീഷൻ ഇരിക്കണ പോലെയാണ് നിൽക്കണം. കഷ്ടം. എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് ചിന്തിക്കണതെന്ന്. ഇങ്ങനെ ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറിൽ മിനിമം വേണ്ടുന്ന ഫീച്ചറൊക്കെ എവിടെ പോയെന്നല്ലേ. അതിന് ആർക്ക് വേണം സ്കോർ ബോർഡ്, ആർക്ക് വേണം സെർവർ ബ്രൗസർ, അതിന് ആർക്ക് വേണം ഇത്രയും വലിയ മൾട്ടിപ്ലെയർ ഗെയിമിംഗ് വോയിസ് ചാറ്റ്? ഓ, ഇതിൻ്റെ അണ്ണന്മാർ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കാൻ മറന്നുപോയത്. ഓർമ്മയുണ്ട 1 ഡൈനാമിക് മാപ്സ് പ്ലെയേഴ്സിന് തുറന്നു കൊടുക്കുമെന്ന് ഉറപ്പ് വന്നത്? അതങ്ങ് അക്ഷരം പ്രതി അനുസരിച്ച് കേട്ടാ. ചില്ലറമണി മാപ്പല്ല, പണ്ടളാം കണക്ക് കിടക്കുന്ന ഒരു മാപ്പാണ് ഈ ഗെയിമിനുള്ളത്. ഇതിൻ്റെ വലിപ്പം ഇത് കൂടിപ്പോയുടെ കാര്യം. മിഷൻ നടക്കണ അടുത്തോട്ട് ചെല്ലണമെങ്കിൽ വല്ല ഓട്ടോയും വിളിക്കണം. സോ വെൽക്കം ടു Battlefield 2042, വേർ യുവർ പ്രൈമറി എനിമി ഈസ് കാർഡിയോ. അതുമാത്രമല്ല, മാപ്പ് ഇത്രയും വലുതായതുകൊണ്ട് ഇടയ്ക്ക് ടൊർണാഡോ ഒക്കെ അടിക്കും. അതാണ് കട്ട കോമഡി. എങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ച് വലിഞ്ഞ് കയറി അങ്ങ് എത്തി വെടിവെപ്പ് തുടങ്ങുമ്പോഴേക്കും എവിടുന്നേരും ഒരു ചുഴലി വന്ന് നമ്മളെ അള്ളിക്കൊണ്ടങ്ങ് പോകും. Battlefield 2042 ഗുരുത്വാകർഷണമൊന്നും ഇല്ലെന്ന് തോന്നണം. കാരണം ടാങ്കൊക്കെ പറക്കയല്ലേ. പിന്നെ പ്ലേയേഴ്സൊക്കെ മതിലിൻ്റെ ഇടയിൽ കൂടെ അപ്പുറം പോണവരെ കണ്ടവരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം അങ്ങനെ നടന്ന ചരിത്രം ഉണ്ടേ. ബാറ്റിൽഫീൽഡ് രാജരത്നമുള്ള പ്ലെയേഴ്സിനെ കൊണ്ട് ദരിദ്രന്, മൂട്ടകൾ കൊണ്ട് സമ്പന്നന്. അതെ, മൂട്ടകളാണ് ഈ ഗെയിമിന്റെ മെയിൻ. ഈ മൂട്ടകൾ കാരണം ഇതിൽ പുതിയൊരു സാധനമുണ്ട്. ഫ്രണ്ട്ലി ഫയറിൽ കൂടെ ഉള്ളവരെ കൊള്ളാൻ പറ്റും. ഫ്രണ്ട്ലി ഫയർ ഫ്രണ്ട്ലി ഫയറിൽ കൂടെ ഉള്ളവന്മാരെ നമുക്ക് കൊല്ലാൻ പറ്റും. സോ നമ്മളെ എന്തോന്നാണ് ബാറ്റിൽഫീൽഡ് പഠിപ്പിച്ചത്? പറ, കേൾക്കട്ടെ. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകൻ്റെ മുതുമ്പത്ത് തഴമ്പ് വരില്ലല്ലോ. യെസ് ഗൈസ്, സംടൈംസ് ബിഗർ ഇസ്ന്റ് ബെറ്റർ. പിന്നെ നമുക്ക് മലംകൾട്ട് രൂപേണ കളിച്ച വൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഗെയിം. ആൾക്കാർ മതിലിൽ കൂടെ നടന്നു പോണത് കാണാം, പറക്കുന്ന ടാങ്കുകൾ കാണാം, പറന്നു പോണ സാധനം മണ്ടയ്ക്ക് വന്നു ഡെഡാവുന്ന ടീംമേറ്റ്സിനെ കാണാം, അങ്ങനെ പലതും കാണാം. കട്ട കോമഡി ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ അവിടെ തന്നെ കാണാം. അടുത്ത വറുത്തതുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. വി ആർ ഗെയിമേഴ്സ്. നമ്മൾ ചാവില്ലല്ലോ, വി ജസ്റ്റ് റീസ്പോൺ. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.